മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി തുടങ്ങിയ ചരിത്രപ്രധാനമായ പ്രദേശങ്ങളും കൊച്ചി തുറമുഖവും ഉൾപ്പെടുന്ന മണ്ഡലമാണ് കൊച്ചി. സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കൊച്ചി, മട്ടാഞ്ചേരി, ജൂതപ്പള്ളി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം വികസനത്തിൻ്റെ സൈറൺ മുഴക്കിയാണ് മുന്നോട്ടു പോകുന്നത്. ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ കൊച്ചിയുടെ വിശേഷങ്ങൾ കാണാം. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലത്തിൽ വികസനത്തിൻ്റെ തിരതള്ളലാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. അത്രമേൽ വികസന പദ്ധതികളാണ് മണ്ഡലത്തിലുടനീളം കാണാനാവുക. കിഫ്ബി പദ്ധതിയിലൂടെ കൊച്ചി മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ KJ മാക്സിയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. മണ്ഡലത്തിലെ പ്രധാന പ്രശ്നമായിരുന്ന ചെല്ലാനം പഞ്ചായത്തിലെ കടൽഭിത്തി നിർമ്മാണത്തിനായി 365 കോടി രൂപയുടെ പദ്ധതിയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഈ ബൃഹത് പദ്ധതി പൂർത്തീകരണത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. കടൽ കയറ്റം മൂലം വീടുകൾ നഷ്ടപ്പെടുകയും ജീവഹാനി ഉൾപ്പെടെ സംഭവിച്ചിരുന്ന ഈ പ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കുക വഴി പ്രദേശവാസികളുടെ സ്വപ്നമാണ് പൂവണിഞ്ഞത്. കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തും ഇത്രയും വലിയൊരു വികസനം ഈ കൊച്ചി പ്രദേശത്ത് വരുമെന്ന് ഇവിടെ ജനങ്ങളാരും പ്രതീക്ഷിച്ചതല്ല. ഏറ്റവും പ്രധാനപ്പെട്ടതായി ആദ്യം എനിക്ക് പറയാനുള്ളത്, ചെല്ലാനം എന്ന് പറയുന്നൊരു പഞ്ചായത്ത് ഈ കൊച്ചിയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് പറയുന്നത് ചെല്ലാനത്തെ കടലാക്രമണത്തിന്. ആ കടലാക്രമണം ചെല്ലാനത്തെ ജനങ്ങൾ എപ്പോഴും കടലാക്രമണം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവനും സ്കൂൾ ക്യാമ്പുകളിലേക്ക് മാറുകയാണ്. 2016 ഞാൻ MLA ആദ്യം വരുമ്പോൾ അന്ന് ഓഗി ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ട് ചെല്ലാനത്ത് വെള്ളം കയറി 2 പേര് മരിക്കുകയുണ്ടായി. അന്നും ഏതാണ്ട് ഒരു 1.5 മാസക്കാലത്തോളം ചെല്ലാനത്ത് ജനങ്ങൾ ക്യാമ്പുകളിലായിരുന്നു. ചെല്ലാനത്തിലൊക്കെ സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചെല്ലാനത്തിലൊക്കെ സംഭവിക്കുമ്പോൾ ചെല്ലാനത്തിന് വേണ്ടിയിട്ട് ഭയങ്കര പിരിവുകളാണ്. ചെല്ലാനത്തെ സഹായിക്കും, ഒരാൾക്കാർ വരും, അവർക്ക് വേണ്ടി പൈസ കൊടുക്കില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കും, അങ്ങനെ വലിയ ചെല്ലാനത്തെ സഹായിക്കുന്ന സമീപനങ്ങളൊക്കെ ആയിരുന്നു. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ചെല്ലാനത്തിന് വേണ്ടിയിട്ട് കിഫ്ബി ഫണ്ട് ഏതാണ്ട് 342 കോടി രൂപ ആദ്യം അനുവദിച്ചു. അപ്പം അതിനുമുമ്പ് കുറേ പരീക്ഷണങ്ങൾ നടത്തി. അവിടെ GO2 പരീക്ഷണങ്ങൾ അതൊക്കെ പൊളിഞ്ഞുപോയി, എല്ലാം തകർന്നു. അങ്ങനെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ചെല്ലാനത്തെ പരീക്ഷണത്തിൽ ആദ്യം തീരുമാനിച്ചത് 10 കിലോമീറ്ററായിരുന്നു. ഹോട്ട്സ്പോട്ട്, കേരളത്തിലെ കടൽ തീരങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ടാണ് ചെല്ലാനം. അപ്പോൾ ഈ 450ഓളം കിലോമീറ്റർ ദൂരം വരുന്ന കേരളത്തിൻ്റെ 100 കിലോമീറ്ററാണ് ഹോട്ട്സ്പോട്ടായിട്ട് വരുന്നത്. അതിൻ്റെ ഭാഗമാണ് ചെല്ലാനമായത്. ആ പണി 7 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിച്ച് കണ്ണമാരി പുത്തന്തോട് വരെയാണ് ആ വർക്ക് കേന്ദ്രത്തിൽ നിൽക്കുന്നത്. ഇത് സുന്ദരമായ പ്രദേശമാണത്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് സാധാരണ ഒരു കടൽഭിത്തി അല്ലത്. ആ കടൽഭിത്തിയുടെ കൂടെ ഒരു വാക്ക് വേ ഉണ്ട്. ഏതാണ്ട് കടൽഭിത്തിയുടെ വീതി എന്ന് പറയുന്നത് 28 മീറ്ററാണ്. 28 മീറ്ററിലൊരു കടൽഭിത്തിയാണ് വരുന്നത്. എത്ര കൂറ്റൻ തിരമാല വന്നാലും ഒരു തുള്ളി വെള്ളം പോലും ഇപ്പുറത്തേക്ക് വരില്ല. അതാണ് അതിൻ്റെ സ്ഥിതി. പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 10 കോടി രൂപ ചെലവിൽ ചെല്ലാനം പഞ്ചായത്തിൽ ഫോർട്ട് കൊച്ചി എഡ്വേർഡ് മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും പുത്തൻതോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പണി കഴിപ്പിച്ചത്. കുമ്പളങ്ങി പഞ്ചായത്തിലെ ഗവൺമെൻറ് UP സ്കൂളിന് 1 കോടി രൂപ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും നവീകരിച്ചു.
മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വിദ്യാലയങ്ങളാണ്. 2 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ ഏതാണ്ട് 10 കോടി രൂപ കിട്ടിയതാണ്. ഫോർട്ട് കൊച്ചി എഡ്വേർഡ് മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും പുത്തൻതോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് എൻ്റെ സ്കൂൾ. അവിടെ 5 കോടി രൂപ എന്നതിൻ്റെ ഭാഗമായി ഇൻ്റർനാഷണൽ ലെവലിലുള്ള 2 വിദ്യാലയങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഫോർട്ട് കൊച്ചിയിലാണെങ്കിൽ അതിനുശേഷം അതിൻ്റെ ലാബുകൾ, ഫോർട്ട് കൊച്ചി സ്കൂളിൽ പോയി കണ്ടാൽ നമുക്കറിയാൻ കഴിയും. കുട്ടികൾ പഠിക്കുന്ന ലാബുകൾ 4 ലാബാണ് അവിടെ. ഏതാണ്ട് സയൻസ് ലാബും കെമിസ്ട്രി, ഫിസിക്സ് 4 ലാബുകളാണ്. ആ ലാബുകളൊക്കെ നമ്മളൊരു പോയി കണ്ടാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ കുട്ടികളിൽ നിന്ന് പഠിക്കുന്ന പോലെ ഓരോ ടാബിലും ലാപ്ടോപ്പ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വലിയ ടാബുകളാണ്. അതൊക്കെ വലിയ മാറ്റം വിദ്യാഭ്യാസ മേഖല കഴിയും. അതുകൂടാണ്ട് നമുക്കൊരു UP സ്കൂളിൽ കിട്ടി 1 കോടി രൂപ. കുമ്പളങ്ങി ഗവൺമെൻറ് UP സ്കൂൾ 1 കോടി രൂപ ഒന്ന് ആ സ്കൂൾ നന്നായിട്ട് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് സീസർ ഫണ്ട് മേടിച്ചിട്ട് അതിൻ്റെ മറ്റു വിഭാഗങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലക്ക് വലിയ ഇത് നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും ചെയ്യാൻ പറ്റാതിരുന്ന സർക്കാരിനൊക്കെ ചെയ്യുന്നത്. ആതുര സേവന രംഗത്ത് കരുവേൽപ്പടി ഗവൺമെന്റ് മഹാരാജാസ് ആശുപത്രി വികസനത്തിനായി 100 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 50 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എയിംസ് മാതൃകയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ പൂർത്തീകരണത്തോടെ കൊച്ചിയിൽ ആരോഗ്യമേഖല മികച്ചതാകും. മറ്റൊരു പ്രൊജക്റ്റ് നമ്മുടെ കുമ്പളങ്ങി കണ്ടക്കടവ് റോഡ്, 2 സൈഡിലും വയലുകളും ഇതൊക്കെയുള്ള റോഡുകളാണ്. ആ റോഡ് വീതി കൂട്ടി ഫുട്പാത്ത് ഉൾപ്പെടെ പണിത് അവിടെയാണെങ്കിൽ ആ റോഡിലാണ് ദേശാടന പക്ഷികൾ വരാറുള്ളത്. ദേശാടന പക്ഷികൾ വരുമ്പോൾ അവിടെ ഒരു വാച്ച് ടവറും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ദേശാടന പക്ഷികളെ വരുന്നവർക്ക്, പക്ഷി നിരീക്ഷകർക്കും മറ്റ് ടൂറിസ്റ്റുകൾക്കൊക്കെ കയറി കാണാൻ വേണ്ടിയിട്ടും എല്ലാ വർഷവും ദേശാടന പക്ഷികൾ വരും. അറ്റ്ലാന്റിക് മുതലുള്ള ഇന്ത്യ ഗോളത്തിൻ്റെ അറ്റത്ത് നിന്ന് മാസങ്ങളോളം പറന്നാണ് ആ പക്ഷികൾ എല്ലാ കൊല്ലം പരിപാടി തിരിച്ചു. അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതും കൂടി കൊണ്ടുവന്നു. അതിന് 30 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. പക്ഷേ എസ്റ്റിമേറ്റ് തുക കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായിട്ട് അത് നിൽക്കുക മാത്രം ചെയ്യും. പിന്നെ കിഫ്ബി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ, കിഫ്ബിയുടെ ഫണ്ട് കിട്ടിയത് നമുക്ക് വളരെ ആശ്വാസമായിരുന്നു. പൊതുവിൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഈ കൊച്ചി ഇതേപോലെ മാറ്റിയെടുക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ കിഫ്ബിയുടെ മരുന്നുകൾ ധാരാളം ഉപയോഗിച്ച് വലിയൊരു മാറ്റം കൊച്ചിയിൽ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ എല്ലാവരും പറയുന്നില്ലേ കൊച്ചി പഴയ കൊച്ചിയല്ല, ആ കൊച്ചി നിങ്ങൾ കൊച്ചിയിൽ തന്നെ വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതുപോലെ വാട്ടർ മെട്രോ 2 ടെർമിനൽ നമ്മുടെ ഇതുണ്ട്. ഇന്ന് ഫോർട്ട് കൊച്ചിയിലുണ്ട്, ഇന്ന് മട്ടാഞ്ചേരിയിലുണ്ട്. മട്ടാഞ്ചേരി ടെർമിനലിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ടാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. ഇനി 2 ടെർമിനലും കൂടി ഇവിടെ ഉടനെ വരാൻ പോവുകയാണ്. ഒന്ന് തോപ്പുംപടിയിൽ, ഒന്ന് പള്ളുരുത്തി. പിന്നെ കുമ്പളങ്ങിയിലും വാട്ടർ മെട്രോയുടെ ടെർമിനൽ പണിയുമെന്നുള്ളതാണ് CSML ഇവർ പറഞ്ഞിട്ടുള്ളത്. വാട്ടർ മെട്രോ അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാട്ടർ മെട്രോ വന്നതോടുകൂടി ഉറങ്ങി കിടന്ന മട്ടാഞ്ചേരിയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി. ഫോർട്ട് കൊച്ചിയിലേക്ക് ടൂറിസ്റ്റ് വരാൻ തുടങ്ങി. എറണാകുളത്ത് നിന്ന് വന്ന് പോകാൻ കഴിയുന്നതിലേക്ക് അങ്ങനെ കൊച്ചിയുടെ വികസന കാര്യങ്ങളിൽ വമ്പിച്ച് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു അഭിമാനമുണ്ട് എന്നതാണ്. ആരോഗ്യരംഗത്തെ കാര്യം ഞാനത് നമുക്ക് ഒരു 100 കോടി രൂപ നമുക്ക് ഇവിടുന്ന് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചു. പ്രധാനമായിട്ടും നമ്മുടെ കരുവേലിപ്പടി മഹാരാജാസ് ആശുപത്രിക്ക് അനുവദിച്ചു. അതിൻ്റെ ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടി 50 കോടി രൂപ ആദ്യം AS കിട്ടി. അത് CM ഓൺലൈനിലൂടെ അത് ശിലാസ്ഥാപനം നടത്തിയതാണ്. ഹൗസിംഗ് ബോർഡായിരുന്നു അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ്. അവർ അതൊരു ടെൻഡർ നടത്തി. ടെൻഡർ എടുത്ത കോൺട്രാക്ടർക്ക് കൃത്യസമയത്ത് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയില്ല. ഒരു കുഴപ്പം കൊണ്ട് അദ്ദേഹം ഈ ഹോസ്പിറ്റലിലെ ബിൽഡിങ്ങൊക്കെ പൊളിക്കുമ്പോൾ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാവും. എക്സ്റേ മുറി മാറ്റണം, ഓഫീസ് സ്ഥലം മാറ്റണം, അതൊക്കെ ടൈം എടുക്കും. അതൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത് നിയമപരമായി ചെയ്യാൻ കഴിയുള്ളത്. ആ ഒരു താമസം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കരാറ് കേസ് കൊടുത്തുകൊണ്ടായിരുന്നു. വീണ്ടും നമ്മളത് 2ാമത് റീടെൻഡറിലേക്ക് വന്നിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ എൻ്റെ റീടെൻഡർ വന്നു കഴിഞ്ഞാൽ ആ പണി ആരംഭിക്കും. എയിംസ് മോഡൽ തന്നെ വരണമെന്നുള്ളതാണ് ഞങ്ങളത് ആലോചിച്ചിട്ടുള്ളത്. അന്ന് ഇവിടുന്ന് നമ്മൾ 3-5 ഡോക്ടർമാരാണ് ഡൽഹി എയിംസിലേക്ക് വിട്ടു. ഇത് കണ്ട് അവിടെ മനസ്സിലാക്കി വരാൻ വേണ്ടി. അത് വന്നു കഴിഞ്ഞാൽ
കൊച്ചിയിലെ മേഖലയിൽ ഇപ്പോൾ കാത്ത് ലാബ് ഉൾപ്പെടെ അതിനകത്ത് വരും. ഡയാലിസിസ് സെൻ്റർ, കാത്ത് ലാബ് അങ്ങനെ ഉൾപ്പെടെ സെൻ്റർ വരും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഉടനെ തുടങ്ങാൻ പോവുകയാണ്. 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുമ്പളങ്ങിയിൽ നിന്നാരംഭിച്ച് കെൽട്രോൺ ഫെറിയിലൂടെ പാലം നിർമ്മാണത്തിനായി 47 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീരദേശ മേഖലയുടെ വികസനത്തിന് ഏറ്റവും പ്രധാനമായി വരുന്ന ഒന്നാണ് ഈ പാലം. ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്ന കുമ്പളങ്ങി പ്രദേശം ഒരു വിനോദസഞ്ചാര മേഖല കൂടിയാണ്. കണ്ടക്കടവ് മുതൽ കുമ്പളങ്ങി വരെയുള്ള റോഡിന്റെ സൗന്ദര്യവൽക്കരണത്തിനായി 30 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം വികസനം സാധ്യമാക്കിയതോടെ കൊച്ചി കുതിച്ചുയരുകയാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. മതസൗഹാർദ്ദത്തിനും ചരിത്ര സ്മാരകങ്ങൾക്കും പേരുകേട്ട പറവൂരിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. മണ്ഡലത്തിൻ്റെ സമസ്ത മേഖലകളിലും വികസനമെത്തുമ്പോൾ പറവൂരും വളരുകയാണ്. ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ കാണാം പറവൂരിൻ്റെ വിശേഷങ്ങൾ. വടക്കൻ പറവൂർ നഗരസഭയും ചേന്ദമംഗലം, ചിറ്റാട്ടുകര, ഏഴിക്കര, കോട്ടുപള്ളി, പുത്തൻവേലിക്കര, വരാപ്പുഴ, വടക്കേക്കര എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് പറവൂർ നിയമസഭാ മണ്ഡലം. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് പുറമെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും ശക്തമായ ഇടപെടലിലൂടെയാണ് പറവൂർ വികസന പാതയിൽ മുന്നേറുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലമായ പറവൂരിൽ ഒട്ടേറെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. പല പദ്ധതികളും ഉടൻ തന്നെ പൂർണ്ണതയിലേക്കും എത്തും. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് കിഫ്ബി വിസ്മയകരമായ മാറ്റങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കിഫ്ബി വഴി പൂർത്തീകരിക്കുകയാണ്. പറവൂർ മണ്ഡലത്തിൽ കിഫ്ബിയുടെ വലിയ സഹായം ലഭിക്കുകയുണ്ടായി. നമ്മുടെ ജില്ലയിലും പറവൂർ മണ്ഡലത്തിലും. നമ്മുടെ ജില്ലയിലിപ്പോൾ ദേശീയപാത പറവൂർ വലിയൊരു ബെനിഫിഷ്യറിയാണ് ദേശീയപാതയുടെ. പറവൂർ മണ്ഡലത്തിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. കിഫ്ബി വഴി 6,000 കോടിയോളം രൂപ കണ്ടെത്തിക്കൊണ്ടാണ് ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഒരു 35 വർഷത്തിലേറെയായി പറവൂരിലെ ഈ മണ്ഡലത്തിലൂടെ കാട് പിടിച്ച് കിടന്നിരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ദേശീയപാതയെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 5 പദ്ധതികൾക്ക് 77 കോടി രൂപയാണ് പറവൂർ നിയോജക മണ്ഡലത്തിൽ അനുവദിച്ചിരിക്കുന്നത്. പെരുമ്പടന്ന ചാത്തനാട് തീരദേശ റോഡ് വികസനത്തിനും പാലങ്ങളുടെ നിർമ്മാണത്തിനുമായി 20 കോടി രൂപയും, പറവൂർ ചെറായി സമാന്തര റോഡ് വികസനത്തിനും പാലം നിർമ്മാണത്തിനും 20 കോടി രൂപയും, വരാപ്പുഴ പഞ്ചായത്തിലെ കുടിവെള്ള വിതരണ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കലിന് 16 കോടി രൂപയും, ചേന്ദമംഗലം പഞ്ചായത്തിലെ പാലാത്തുരുത്തി മാട്ടുപ്പുറം പാലം നിർമ്മാണത്തിന് 12 കോടി രൂപയും, പൊതുവിദ്യാഭ്യാസ വികസനത്തിൻ്റെ ഭാഗമായി 3 സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 9 കോടി രൂപയുമാണ് പദ്ധതികൾ.
അത് പറവൂരിനാണ് വലിയ അനുഗ്രഹമായി മാറിയത്. കിഫ്ബി വഴി ദേശീയപാതയ്ക്ക് പണം അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം 449 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള എറണാകുളം ക്യാൻസർ ആശുപത്രിയും പറവൂരിലെ അത്തരം രോഗി വിഭാഗത്തിൽപ്പെട്ടവർ കൂടി ഗുണപ്രദമാവും. അങ്ങനെ ജില്ലയ്ക്കും പറവൂർ മണ്ഡലത്തിനും സവിശേഷമായി ഗുണം ചെയ്തു. പറവൂർ മണ്ഡലത്തിൽ കിഫ്ബി ഏകദേശം 88 കോടിയിൽ അധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള പണം അനുവദിച്ചിട്ടുണ്ട്. കിഫ്ബി ഈ പദ്ധതി വിഭാവനം ചെയ്തപ്പോൾ ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്നും പട്ടുകോണകമാണെന്നും എല്ലാം പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. പറവൂർ MLA ഉൾപ്പെടെ അതിനെ വിമർശിക്കുകയും മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത്, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ ഉൾപ്പെടെ. പക്ഷേ ഇപ്പോൾ അവർ ഉത്സാഹിക്കാതിരുന്നിട്ട് പോലും പറവൂരിൽ കോടിക്കണക്കിനുള്ള വികസനം കിഫ്ബി വഴി വന്നു. വരാപ്പുഴ കുടിവെള്ള പദ്ധതി അവരിപ്പോഴും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുടിവെള്ള പ്രശ്നം തന്നെയാണ്. തിരുവോണനാളിൽ പോലും വടക്കേക്കരയിലും പുത്തമ്പേലിക്കരയിലും എല്ലാം കൂട്ടുപള്ളിയിലും എല്ലാം തന്നെ കുടിവെള്ളം മുടങ്ങിയ ധാരാളം പ്രശ്നങ്ങളും സമരങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരാപ്പുഴയിലെ കുടിവെള്ള പദ്ധതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 20 കോടി രൂപ കിഫ്ബി വഴി അനുവദിക്കുകയുണ്ടായി. പെരുമ്പടന്ന ചാത്തനാട് തീരദേശ റോഡ് വികസനത്തിനും പാലങ്ങളുടെ നിർമ്മാണത്തിനും പദ്ധതിക്ക് സർവേ നടത്താനുണ്ട്. അതിനുശേഷം ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചേന്ദമംഗലം പാലിയം ഗവൺമെൻറ് ഹൈസ്കൂളിന് 5 കോടി രൂപയും കൈതാരം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപയും വടക്കുപുറം ഗവൺമെൻറ് UP സ്കൂളിന് 1 കോടി രൂപയും അനുവദിച്ചിരുന്നു. പറവൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിന് മൾട്ടിപർപ്പസ് ഹാൾ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തത്തപ്പള്ളി വള്ളുവള്ളി പാലത്തിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഉടൻ നിർമ്മാണം ആരംഭിക്കും. ഏഴിക്കര പഞ്ചായത്തിലെ പ്ലേ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇവയാണ് മറ്റ് പദ്ധതികൾ. വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് വലിയ ഗുണം ലഭിച്ചത്. സംസ്ഥാനത്തുടനീളം എന്ന പോലെ പറവൂരിൽ കൈതാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നമ്മുടെ കിഫ്ബി വഴി 3 കോടി രൂപ അനുവദിച്ചു. ഗവൺമെൻറ് HSS പാലിയം ചേന്ദമംഗലം പാലിയം സ്കൂളിന് വേണ്ടി 5 കോടി രൂപ കിഫ്ബി അനുവദിച്ചു. വടക്കുപുറം UP സ്കൂളിന് 1 കോടി രൂപ അനുവദിച്ചു കിഫ്ബി വഴി. വേറെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിച്ചിട്ടുണ്ട്. തീരദേശപാതയ്ക്ക് പെരുമ്പടന്ന ചാത്തനാട് തീരദേശപാതയ്ക്ക് വേണ്ടി 20 കോടി രൂപ കിഫ്ബി വഴി അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥലമേറ്റെടുപ്പ് കൂടെ ഇനിയും നടക്കാനുണ്ട്. അതെല്ലാം വേഗതയിൽ നടക്കേണ്ടതുണ്ട്. 20 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. ചെറായി പറവൂർ സമാന്തര പാതയ്ക്ക് വേണ്ടി പറവൂർ സമാന്തര പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള 20 കോടി രൂപ വേറെ കിഫ്ബി വഴി അനുവദിക്കുകയുണ്ടായിട്ടുണ്ട്. മാട്ടുപുറം പാലം ചേന്ദമംഗലം മാട്ടുപുറം പാലത്തിന് വേണ്ടി കിഫ്ബിയുടെ പണം വലിയ വികസന സാധ്യതകൾ നമ്മുടെ ഈ പ്രദേശത്ത് എയർപോർട്ടിലേക്കെല്ലാം പോകാൻ സാധിക്കുന്ന വലിയൊരു വികസന സാധ്യതയാണ്. ചേന്ദമംഗലം മാട്ടുപുറം പാലവും അനുബന്ധ റോഡും അതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനുൾപ്പെടെയുള്ള പണം കൂടിയായിട്ടാണ് കിഫ്ബി പണം കൈമാറിയിട്ടുള്ളത്. 12 കോടി രൂപ കിഫ്ബി വഴി ചേന്ദമംഗലം മാട്ടുപുറം പാലത്തിന് വേണ്ടി LDF സർക്കാർ അനുവദിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ
നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബിയുടെ സാധ്യത പറവൂരിൻ്റെ വികസന കുതിപ്പിന് ആക്കം കൂട്ടാൻ. ഒരു വികസന കാര്യത്തിൽ വലിയ മുരടിപ്പുള്ളൊരു നഗരമാണെന്ന് എല്ലാവർക്കും അറിയാം. സമീപ പ്രദേശത്തെ നഗരങ്ങളിലെല്ലാം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിയോജക മണ്ഡലങ്ങളെല്ലാം പറവൂർ വളരെ പരിമിതപ്പെട്ട് നിൽക്കുകയാണ്. പശ്ചാത്തല വികസന സൗകര്യത്തിലാണ് ഏറ്റവും പുറകിൽ. അപ്പോൾ അതിൽ ഒരു പരിധിവരെ ഈ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കൂടി ഇവിടെ പറവൂരിൽ നടക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുണ്ടായ കുതിപ്പ് പോലെ തന്നെ റോഡ് പാലം മേഖലയിലുള്ള കുതിപ്പ് സാധ്യമാവും. പലയിടങ്ങളിലും കിഫ്ബി വഴി പണം കൊണ്ട് താലൂക്ക് ആശുപത്രി വലിയ രീതിയിൽ വികസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കിഫ്ബി വഴി താലൂക്ക് ആശുപത്രിക്ക് പണം ലഭിച്ചിട്ടില്ല. നവകേരള സദസ്സിലൂടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 5 കോടിയാണ് ഇപ്പോൾ പുതുതായി താലൂക്ക് ആശുപത്രിക്ക് കൊടുത്തിട്ടുള്ളത്. ഏതായാലും കിഫ്ബി പദ്ധതി അത് വിഭാവനം ചെയ്തപ്പോൾ എന്താണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചത്? പിണറായി സർക്കാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും ഒരു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ കിഫ്ബിയിലൂടെ വൻ വികസന കുതിപ്പ് നടക്കുമെന്നുള്ള പിണറായി സർക്കാരിൻ്റെ പ്രതീക്ഷ പറവൂർ മണ്ഡലത്തിൽ ഏകദേശം 90 കോടിക്കടുത്ത് രൂപ അനുവദിച്ചുകൊണ്ട് വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. കുറേയേറെ പദ്ധതികളിലൂടെ നടപ്പായിട്ടുണ്ട്. അത് പറവൂരിൻ്റെ വികസന മുരടിപ്പിനെ ചെറിയൊരളവിൽ ഒരു ആശ്വാസമാവാൻ സർക്കാരിൻ്റെ ഇടപെടൽ വഴി സാധിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചരിത്രപരവും സാംസ്കാരികവുമായി പ്രാധാന്യമുള്ള പറവൂരിൽ പ്രഗത്ഭരുടെ പേരിലുള്ള വായനശാലകളും മറ്റും സ്ഥാപിക്കുന്നുണ്ട്. കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറി, പുത്തൻവേലിക്കര ഗുരുസ്മാരക വായനശാല എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പറവൂത്തറ ആശാൻ സ്മാരക വായനശാല, പറയക്കാട് സാഹിത്യാനന്ദ ലൈബ്രറി എന്നിവയുടെ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ സ്വീകരിച്ചു. നഗരസഭയിലെ പൂതയിൽ പാലം, ഏഴിക്കര പഞ്ചായത്തിലെ ആമ്പത്തോട് പാലം, ചേന്ദമംഗലം പഞ്ചായത്തിലെ മാട്ടുപുറം എന്നീ പാലങ്ങളുടെ സാങ്കേതിക അനുമതിക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി. തത്തപ്പള്ളി വള്ളുവള്ളി പാലത്തിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഉടൻ നിർമ്മാണം ആരംഭിക്കും. പറവൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ മൾട്ടി പർപ്പസ് ഹാൾ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. നിരവധി വ്യത്യസ്ത പദ്ധതികളിലൂടെ പറവൂർ മുഖം മിനുക്കുകയാണ് ചരിത്രവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട്.